ഹായ്, CMUSA മെയ് ജൂൺ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിൻഡോയിൽ 2 പാർട്ടും എഴുതി പാസ്സായിട്ടുള്ള 2 ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്, നിതിനും ബെറ്റ്സിയും. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. CMUSA ബോത്ത് പാർട്ടും സിംഗിൾ വിൻഡോയിൽ പാസ്സായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഇപ്പം എങ്ങനെ ഫീൽ ചെയ്യുന്നു? എന്താണ് വീട്ടുകാർ എന്തൊക്കെയാണ് പറയുന്നത്? ആക്ച്വലി റിസൾട്ട് വന്നപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. വീട്ടുകാരാണെങ്കിലും വീട്ടുകാരും നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഭയങ്കര ഒരു സമാധാനമായിരുന്നു ഈ ഒരു 2 പാർട്ട് ഒരു വിൻഡോയിൽ ക്വാളിഫൈ ആയപ്പോഴത്തേക്കും. പാസ്സാവില്ലെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു പാർട്ട് 2-ൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും. അപ്പോൾ റിസൾട്ട് കൂടെ വന്നപ്പോഴത്തേക്കും ഹാപ്പിയാണ്. നല്ല പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. വീട്ടുകാരും ഭയങ്കര പ്രൗഡാണ്. പിന്നെ പെട്ടെന്ന് തീർക്കാൻ പറ്റി, നല്ല പറഞ്ഞ പോലെ നല്ല സമാധാനമുണ്ട്. പെട്ടെന്ന് ഒറ്റയടിക്ക് തന്നെ തീർക്കാൻ പറ്റി ഒരു വിൻഡോയിൽ 2 പാർട്ട്. എത്രയായിരുന്നു മാർക്ക് വന്നത്? എനിക്ക് പാർട്ട് 1-ന് 420 ഉണ്ടായിരുന്നു, പാർട്ട് 2-ന് 360. എനിക്ക് പാർട്ട് 1 420-യും പാർട്ട് 2-ന് 440-യും ആയിരുന്നു. 440. എങ്ങനെയായിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുള്ള രീതികൾ എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി നമുക്ക് ആദ്യം പാർട്ട് 2 ആയിരുന്നു ക്ലാസ്. ട്രിവാൻഡ്രം AAAയിലായിരുന്നു ഞാൻ. അപ്പോഴത്തേക്കും പാർട്ട് 2-ൻ്റെ ക്ലാസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ആക്ച്വലി കൃത്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയ ജനുവരി തൊട്ടിട്ടാണ്. ജനുവരി ഒരു 27 കഴിഞ്ഞപ്പോഴായിരുന്നു നോക്കി SA വിൻഡോയിൽ നിന്ന് CBQയിലോട്ടുള്ളൊരു ട്രാൻസിഷൻ വരുന്നത്. അപ്പോഴത്തേക്കും അവർ പറഞ്ഞായിരുന്നു ഇതുപോലെ ഈ ഒരു വിൻഡോയിൽ എഴുതി കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അടുത്ത വിൻഡോ തൊട്ട് CBQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോഴത്തേക്കും അതെങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഈ SA വിൻഡോയുടെ ഇതിൽ തന്നെ എഴുതി തീർക്കണമെന്നുള്ളൊരു മൈൻഡായി അപ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ പിന്നെ ബെറ്റ്സിയായിട്ടും നമ്മൾ കുറച്ച് പേരായിട്ടൊക്കെ സംസാരിച്ചു. പിന്നെ നമ്മളവിടെ ശ്രീലക്ഷ്മി മാം ഉണ്ടായിരുന്നു. മാമും ഒരു വിൻഡോയിൽ 2 പാർട്ട് എഴുതി പാസ്സായതാണ്. അപ്പോൾ മാമിൻ്റെ കൂടെ ചോദിച്ചപ്പോഴും മാം നല്ല മോട്ടിവേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ എഴുതാമെന്നുള്ളൊരു മൈൻഡായി. അങ്ങനെ അപ്പോൾ തന്നെ പോയി വിൻഡോ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു ചൂട് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പാർട്ട് 1 ആയിരുന്നു ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ പാർട്ട് 1 കഴിഞ്ഞിട്ട് പിന്നെ പാർട്ട് 2 ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ KPMGയിലെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. KPMGയിലും കയറിയായിരുന്നു. ഞാനിപ്പം കറൻ്റ്ലി വർക്കിംഗ് ആണ് KPMGയിൽ US ടാക്സ് അസോസിയേറ്റ് ആയിട്ട്. അപ്പോൾ മൊത്തത്തിലെല്ലാം ഹാപ്പിയാണ്. ഈ ഒരു 6 മാസം കൊണ്ട് അത്യാവശ്യം 2 പാർട്ട് ക്ലിയർ ചെയ്യാനും പറ്റി, അതുപോലെ തന്നെ ബിഗ് 4-ൽ കയറാനും പറ്റി. പഠിച്ചത് ഞാനും ആദ്യം പാർട്ട് 2 ആയിരുന്നു ക്ലാസ്സിൽ പഠിപ്പിച്ചത്. അപ്പം പാർട്ട് 2 ക്ലോസ് ചെയ്യുന്നതിന് ഞാൻ കുറേ പഠിച്ച് വെച്ചിട്ടാ പാർട്ട് 1 തുടങ്ങിയത്. പിന്നെ പാർട്ട് 1 ഒരു ജാനുവരി ഫെബ്രുവരി ആയപ്പോൾ തന്നെ ഞങ്ങൾ ബോത്ത് എഴുതാന്നൊരു തീരുമാനത്തിൽ വന്നിട്ട് മാർച്ചോ ഫെബ്രുവരി എന്തോ ഞങ്ങൾ ഡേറ്റ് എടുത്തു. 2 പാർട്ട് ഒരുമിച്ചാണ് ഡേറ്റ് എടുത്ത്. അപ്പം അതിൻ്റെതായ ചൂടുണ്ടായിരുന്നു. എന്നിട്ടും പാർട്ട് 1 പഠിച്ച് കഴിഞ്ഞിട്ടാ പാർട്ട് 1 മെയ് 20-ന് എഴുതിയത്. അത് കഴിഞ്ഞിട്ടാ പാർട്ട് 2 എടുക്കാൻ തുടങ്ങിയത്. വീണ്ടും ഒരിക്കൽ പഠിച്ചു വെച്ചിരുന്ന മെയ് 20 തൊട്ട് പഠിച്ചിട്ടാണ് ജൂൺ 30-ന് പാർട്ട് 2 എഴുതിയത്. പിന്നെ രണ്ടും നല്ല സ്കോറോടെ കിട്ടി. ഡെയിലി പഠിച്ചു, കുറച്ചാണെങ്കിലും ഡെയിലി എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നൊരിതുണ്ടായിരുന്നു. അങ്ങനെ ഡെയിലി പഠിച്ചു, ഒരു ദിവസം പോലും മിസ്സാക്കിയില്ല. അതാ മെയിനായിട്ട് നോക്കിയത്. അപ്പോൾ നിങ്ങൾ പാർട്ട് 2-ന്റെ ക്ലാസ് കഴിഞ്ഞ് പാർട്ട് 1-ഉം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എക്സാം എഴുതുന്നത്. ആദ്യം നിങ്ങൾ പാർട്ട് 1 എക്സാം എഴുതി, പാർട്ട് 1 പിന്നീടാണ് നിങ്ങൾ പാർട്ട് 2 എഴുതാൻ പോകുന്നത്. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഐ മീൻ, നിങ്ങൾ പാർട്ട് 2 കഴിഞ്ഞ് പിന്നെ പാർട്ട് 1 പഠിച്ചിട്ടാണല്ലോ പിന്നെ പാർട്ട് 2-ന്റെ എക്സാമിലോട്ട്. പാർട്ട് 2 ഞങ്ങൾക്ക് ആദ്യം തൊട്ടേ പഠിക്കേണ്ട ഒരു അവസ്ഥ ചെറുത് സംഭവം അറിയാം. പക്ഷെ എന്നാലും പാർട്ട് 1-ന്റെ അത്രയും ഇതില്ലായിരുന്നു, കുറച്ചും കൂടി ഇൻഡെപ്ത് പഠിക്കണമായിരുന്നു. പാർട്ട് 1 നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ എക്സാം എഴുതിയത് കൊണ്ട് മറ്റേതിൻ്റെ അത്രയും പാട് വന്നില്ല. പാർട്ട് 2 മറ്റേതിനേക്കാളും കുറച്ചും കൂടെ പാടായിരുന്നു. പിന്നെ മറ്റേ സെക്ഷൻ B കുറച്ച് ടഫായിരുന്നു. അപ്പം അതെല്ലാം കൂടെ വെച്ചിട്ടും കുറച്ച് പാടായിരുന്നു. പാർട്ട് 1-നേക്കാളും പാർട്ട് 2 ആയിരുന്നു. എക്സാം അതുപോലെ തന്നെ പാർട്ട് 2 ആയിരുന്നു പാട്. അത് കുറച്ച് പ്രതീക്ഷ കുറവായിരുന്നു. SA ഓപ്പൺ ആയപ്പം ഒരു സമാധാനം ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് MCക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പം എനിക്ക് പാസ്സാകുമെന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല സ്കോർ കിട്ടി. എന്തുകൊണ്ടായിരുന്നു നിങ്ങൾ CMA US ചൂസ് ചെയ്തത്? അത് ഞങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, ലാസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പം ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ സ്റ്റാർട്ടിങ് പാക്കേജും വലിയ ഇതില്ലാത്തത് കൊണ്ടും പിന്നെ അപ്പോഴാ CMUS ഞാൻ കേട്ട് തുടങ്ങി. അതുവരെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം CMUS നോക്കിയപ്പോഴത്തേക്കും കരിയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലായി. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രശ്നമാണെങ്കിലും പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കരിയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കോഴ്സാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരായിട്ട് സംസാരിച്ച് എല്ലാവർക്കും ഓക്കെ നല്ല ഇതാണെന്ന് പറഞ്ഞു. പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പോരാത്തതിന്
ഷോർട്ടർ ഡ്യൂറേഷൻ, ഒരു വർഷത്തിൽ നമുക്ക് തീർക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസും കൂടെ വന്നതുകൊണ്ട് അപ്പം തന്നെ ഞങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആയപ്പോൾ തന്നെ വന്ന് അഡ്മിഷൻ എടുത്തു, സ്റ്റുഡൻറ് കാറ്റഗറിയിലും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. സ്റ്റുഡൻറ് കാറ്റഗറിയിൽ തന്നെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്നതാണോ അതോ പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്നതാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും കുറേ കൂടെ ബെറ്റർ. കാര്യം നമ്മൾ ഡിഗ്രി പഠിച്ച കുറേ കോൺസെപ്റ്റ്സ് നമ്മൾ ഇവിടെയും പഠിക്കുന്നുണ്ട്. ഡിഗ്രി നമ്മൾ കുറേ തിയററ്റിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള സൈഡാണ് നമ്മളിവിടെ കുറേ പഠിക്കുന്നത്. അപ്പം ഒരു ബേസ് നമുക്കുണ്ടായിരുന്നു, ഡിഗ്രി പഠിച്ച ഒരു ബേസ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമുക്കത് ബിൽഡ് ചെയ്ത് പോകാൻ നമുക്ക് കുറേ കൂടി ഈസി ആയിരുന്നു. പ്ലസ് ടു കഴിഞ്ഞിട്ടും പറ്റും, കുറച്ചും കൂടെ എഫേർട്ട് ഇടണം എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ഇതായത് നമുക്ക് ഓൾറെഡി നമുക്കൊരു ബേസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞു സ്റ്റുഡൻറ് കാറ്റഗറിയിലാണ് രജിസ്റ്റർ ചെയ്തത്, എന്തായിരുന്നു അതിൻ്റെ ഒരു ബെനിഫിറ്റ്? എന്തായിരുന്നു അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രൊഫഷണൽ കാറ്റഗറിയെക്കാട്ടിയും നമുക്ക് എമൗണ്ടിൽ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം എക്സാം രജിസ്ട്രേഷൻ്റെ കാര്യത്തിലാണെങ്കിലും മെമ്പർഷിപ്പ് റിന്യൂവലിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ച് എമൗണ്ട് നമുക്ക് അത്യാവശ്യം ഇത് ഒരു എക്സാം എഴുതാൻ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 30,000 ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. പ്രൊഫഷണൽ ആകുമ്പോൾ അതിലും കൂടുതൽ വരും. അപ്പോൾ സ്റ്റുഡൻ്റ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ഡിസ്കൗണ്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. അത് തന്നെ മെയിനായിട്ട് എക്സാം ഫീസും IMA രജിസ്ട്രേഷൻ ഫീസെല്ലാം സ്റ്റുഡൻറ് കാറ്റഗറിക്ക് കുറവാണ്. പിന്നെ 3 വർഷത്തെ ഇതുണ്ടല്ലോ IMA രജിസ്ട്രേഷൻ ചെയ്യേണ്ട, അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പൊ നിതിന് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, KPMG വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാമിന് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്, KPMG വർക്കും ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ വർക്കും ഈ പഠിത്തം കൂടെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിരുന്നത്? ആക്ച്വലി എൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നേ പാർട്ട് 1 എക്സാമിൻ്റെ തലേദിവസമായിരുന്നു. അപ്പം പാർട്ട് 1 നമ്മളിങ്ങനെ പറയത്തില്ലേ, എക്സാമിന് മുന്നേ വരെ നമ്മളെല്ലാം പഠിക്കും, പക്ഷേ തലേദിവസം ആ ഒരു ദിവസം ഫുള്ള് ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളൊരു മൈൻഡായിരുന്നു. അന്ന് പിന്നെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കായിരുന്നു KPMG ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അങ്ങനെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് ആ ഡേ ഫുള്ള് ഹാപ്പി ആയിരുന്നു. അപ്പോഴത്തേക്ക് പിറ്റേ ദിവസത്തേക്ക് വേറെ ടെൻഷനൊന്നും ഇല്ല, നമുക്ക് എക്സാം എഴുതാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജൂൺ 15-ാം തീയതി KPMG കയറുന്നത്. അത് കഴിഞ്ഞിട്ടായിരുന്നു പാർട്ട് 2-ൻ്റെ എക്സാം. അങ്ങനെ പാർട്ട് 2-ൻ്റെ എക്സാമിന് എനിക്ക് ലീവ് എടുത്ത് വന്ന് എഴുതേണ്ടി വന്നു. 2 ദിവസം ഞാൻ ലീവ് എടുത്തിട്ടാണ് ചെന്ന് എക്സാം അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു PG നിൽക്കുന്നത്, കൊച്ചിയിൽ PG എടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴേക്കും പഠിത്തത്തിൻ്റെ കൂടെ ജോലിയുടെ കൂടെ ഈ ഒരു എക്സാം എഴുതാന്ന് പറഞ്ഞാൽ ഇച്ചിരി ടഫായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ നമുക്ക് PG എന്ന് പറയുമ്പോഴത്തേക്ക് ലിമിറ്റേഷൻ ഉണ്ട്, പഠിക്കാനുള്ള വീട് പോലെ പഠിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോഴേക്കും ഞാനിങ്ങനെ രാത്രിയിലൊക്കെ നമുക്കവിടെ മെസ്സുണ്ട്. അപ്പം മെസ്സിൽ എല്ലാവരും ഒക്കെ കുറേ കഴിയുമ്പോഴാണ് പിന്നെ ഒരു 11 മണി കഴിഞ്ഞിട്ട് ചെന്ന് ആ മെസ്സിലിരുന്ന് കുറേയൊക്കെ റിവൈസൊക്കെ ചെയ്യുമായിരുന്നു. നമുക്ക് ഇൻഡെപ്ത് പഠിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഞാൻ ഷോർട്ട് നോട്ട്സൊക്കെ ഇതിന് മുന്നേ എഴുതി പ്രിപ്പയർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് അത് വായിക്കാനും പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്തത്. അത് അതെ, പാസ്സാവാൻ പറ്റും. എനിക്കൊരു ഷോർട്ട് ഡ്യൂറേഷൻ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു നമുക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ കൂടുതൽ അവർ ഇരിക്കാൻ പറ്റത്തില്ലെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് അവർ വെച്ചിട്ട് ഓരോ ദിവസവും പഠിച്ച് പോകാൻ പറ്റും. ഒരു ടച്ച് വിടാതിരുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വിൻഡോയിലോട്ട് എക്സാം എഴുതാൻ പോകുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാകും. അപ്പോൾ അവരോട് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള രീതി, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ പഠിച്ച സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള മിസ്റ്റേക്കുകളുണ്ട്, അതെന്തൊക്കെയാണ് കറക്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടാവും? മെയിനായിട്ട് കൺസിസ്റ്റൻസിയാണ്. അതായത് നമ്മൾ ഡെയിലി കുറച്ച് മണിക്കൂർ, ഒരു മണിക്കൂറാണ് മിനിമം പഠിക്കുന്നതെങ്കിലും ഡെയിലി പഠിക്കുക എന്നുള്ളത്. ഒരു ദിവസം സ്കിപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മടി പിടിച്ച് അടുത്ത ദിവസവും അങ്ങനെ ഇരിക്കും. പിന്നെ അതുപോലെ ഞാൻ ചെയ്തതാണ്, ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് വേറൊരു സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്കും പഴയ ഇപ്പം എ കഴിഞ്ഞിട്ട് B പഠിച്ചു, അപ്പം Aന്റെ ടച്ച് വിടാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ടെസ്റ്റും റാൻഡം ടെസ്റ്റ് എടുക്കാൻ പറ്റും ഹോക്കിൽ. അപ്പം അതും ചെയ്താ പോയെ. മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ എങ്ങനെയായിരുന്നു മാർക്കൊക്കെ? മോക്കിന് 75% അബവ് ഉണ്ടായിരുന്നു 3 മോക്കും. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് അവൈലബിൾ ആണ്, CMUC ആയിക്കോട്ടെ SCC ആയിക്കോട്ടെ. എന്തുകൊണ്ട് നിങ്ങൾ ട്രിപ്പിൾ ചൂസ് ചെയ്തു? നമുക്ക് BCom കഴിഞ്ഞപ്പോഴത്തേക്കും CMA എടുക്കണമെന്നൊരു മൈൻഡ് വന്നായിരുന്നു. അപ്പോൾ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പിന്നെ അന്വേഷിച്ച് തുടങ്ങി. അപ്പോൾ ഇത് ട്രിപ്പിൾ നമ്മൾ ഒരിടത്ത് കണ്ടില്ല, അപ്പോൾ പ്രൊമോഷൻസ് ഒക്കെ കുറവാണെന്ന് നമുക്കപ്പോൾ മനസ്സിലായിരുന്നു. അപ്പോൾ പിന്നെ കൂട്ടുകാരൊക്കെ വഴി പറഞ്ഞറിഞ്ഞാണ് ട്രിപ്പിൾ നമ്മൾ അറിയുന്നത്. പിന്നെ നമ്മൾ ട്രിപ്പിളിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പാസ് റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫാക്കൽറ്റീസ് മെൻറ്റേഴ്സ് എല്ലാം നല്ലതാണെന്നുള്ള ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ കോളേജിൽ നിന്ന് തന്നെ അത്യാവശ്യം പേര് അവിടെ തന്നെ ജോയിൻ ചെയ്തു. നമ്മുടെ ബാച്ചിൽ നിന്ന് തന്നെ ഒരു എമൗണ്ട് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ ബാച്ചിൽ തന്നെ കോളേജിൽ നിന്ന്. ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അഡ്വർടൈസിങ് വഴിയല്ല, മൗത്ത് പബ്ലിസിറ്റി. നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിൽ പോലും അവിടെ പഠിച്ചവരുണ്ട്, അപ്പം അവർ വഴി ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതെന്ന് കേട്ടായിരുന്നു. അപ്പം ആ വഴിയാണ്
നമ്മൾ അങ്ങോട്ട്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ട്രിപ്പിളായി നിങ്ങൾ എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത് നിങ്ങളുടെ ജേണിയിൽ? ഫാക്കൽറ്റി പൂൾ തന്നെയാണ് മെയിനായിട്ട്. ആ, കാരണം മെയിനായിട്ട് ഞങ്ങൾ ഈ ട്രിപ്പിൾ ഐ കേട്ടത് തന്നെ ഇന്ത്യാസ് നമ്പർ 1 ബിഗ് ഫാക്കൽറ്റി പൂൾ എന്ന രീതിയിലാണല്ലോ. അപ്പം ഫാക്കൽറ്റീസ് തന്നെയാണ് മെയിനായിട്ട്. നല്ല ഫാക്കൽറ്റീസ് ആയിരുന്നു എല്ലാവരും. നമുക്ക് എത്രയാണ് ഡൗട്ട് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ മെൻറ്ററിങ്ങും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് നോട്ട്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. നമുക്ക് നിങ്ങൾ യൂസ് ചെയ്ത മെറ്റീരിയൽ ഹോക്ക് ഓക്കാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ രണ്ടാളും CMA പാസ്സായി, ഇനിയിപ്പോൾ ഒരാൾ ജോലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ ജോലിക്ക് കയറാൻ പോകുന്നു. അപ്പോൾ ഇനി CMA വിസ എടുക്കണം എന്ന് തോന്നുന്ന കുട്ടികളുണ്ടാവും, അവരോട് എന്താ പറയാനാണ്? നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ബികോം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജോലിക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ CMA വിസ ഉറപ്പായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഗ്ലോബൽ റെക്കഗ്നിഷൻ എന്നെ സംബന്ധിച്ചാണെങ്കിൽ പോലും എനിക്ക് പുറത്തോട്ട് UAE-ലോട്ടൊക്കെ അത്യാവശ്യം നല്ല സ്കോപ്പുള്ള CMA വിസ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം പുറത്തോട്ട് പോകാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ പോലും CMA വിസ എടുക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷനാണ്. മെയിനായിട്ട് CMA വിസയിൽ നമുക്ക് അറിയുന്ന ഷോർട്ടർ ഡ്യൂറേഷനാണ്. നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 വർഷത്തിലും തീർക്കാൻ പറ്റും. പിന്നെ കുറച്ച് 1 വർഷം ഒന്ന് നന്നായിട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ നമ്മുടെ കയ്യിലിരിക്കും.